ഒരു സിമ്പിൾ ബീഫ് കറീൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് സവാള, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എടുക്കുക കേട്ടോ. ഇഞ്ചി ഒരു വലിയ പീസ് എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി കൂടുതൽ എടുക്കുക കേട്ടോ, അന്നേരം ടേസ്റ്റ് കൂടുതൽ കിട്ടും. അടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തെടുക്കുക. ചെറിയ രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് കറി വയ്ക്കുന്ന പാത്രം എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊടിച്ചതിന് ശേഷം ചോപ്പ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂപ്പിച്ചെടുക്കുക കേട്ടോ, നല്ല ബ്രൗൺ കളറിൽ. അത് കഴിഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയിട്ട് കുറച്ച് ഉപ്പും ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളർ ആക്കണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് നന്നായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അടച്ചു വെച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഇടിയലിൽ കുരുമുളകും പച്ചമുളകും ചതച്ചെടുക്കാം കേട്ടോ. ഉള്ളി കണ്ടോ ചെറിയ രീതിക്കൊന്ന് വാടി വന്നിട്ടുണ്ട്. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വാടി വരും കേട്ടോ. എന്നിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ. കുരുമുളകും പച്ചമുളകും ചതച്ചെടുത്തിട്ട് ആ ഉള്ളിയിൽ കൂടെ തന്നെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ബീഫ് കറി വയ്ക്കുമ്പോൾ എന്തെങ്കിലും കുരുമുളക് ഇച്ചിരി കൂടുതലിട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് വഴറ്റണം കേട്ടോ, നന്നായിട്ട് വഴറ്റി എടുക്കുക. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വഴറ്റി എടുക്കാൻ, എന്നാലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. തീ കൂട്ടി വെച്ചാൽ ടേസ്റ്റ് കുറയും കേട്ടോ. ഇതിൽ പൊടികളായിട്ട് എടുത്തിരിക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി കേട്ടോ. മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ എടുക്കുക മുളക് പൊടിയേക്കാളും. പിന്നെ എരിവ് കുരുമുളക് ചേർത്തിട്ടുണ്ട്, പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ബീഫിന് പിന്നെ എരിവ് ഇച്ചിരി മുന്നേ നിന്നാൽ കുറച്ച്, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം, കുറച്ച് ടേസ്റ്റ് നന്നായിരിക്കും കേട്ടോ. ഓക്കെ, പച്ചമണം മാറുന്ന കണക്ക് നന്നായിട്ട് പൊടികൾ മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് കുക്കറിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക. ഈ മസാല ഇപ്പം തയ്യാറാക്കിയ മസാല ബീഫിൻ്റെ ഉള്ളിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തില്ലേ, ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പോരാഞ്ഞ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കുക്കർ അടച്ച് 7 ഫിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ഫുള്ള് കുക്കറിൽ വെച്ച് വേവിച്ചെടുത്താൽ സത്യം പറഞ്ഞാൽ ബീഫ് കഴിക്കാൻ ഒരു ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ വേവോളം 7 ഫിസിലിട്ട് വേവിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ബീഫ് വെന്തോ നോക്കിയ സംഭവം എല്ലിൻ്റെ പീസായിരുന്നു കേട്ടോ, വെന്തിട്ടില്ല, മുക്കാൽ വേവായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുക്കറിൽ നിന്ന് ഒരു വേറെ ഉള്ളിയൊക്കെ വഴറ്റി ആ പാത്രത്തിലോട്ട് വേവിച്ച ബീഫ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് വേവിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ബീഫ് നന്നായിട്ട് വെന്ത് വരും കേട്ടോ. അപ്പം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരും. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും മസാലപ്പൊടിയോ എരിവ് കുറവാണെങ്കിൽ എരിവിന് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വെന്തിട്ടില്ല, വീണ്ടും അടച്ചു വെച്ച് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കുക. ഈ അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ കറിവേപ്പില വളരെ കുറവായിരുന്നു, അതുകൊണ്ട് ആദ്യം ഇച്ചിരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ബീഫ് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, പക്ഷെ അത്യാവശ്യം എരിവുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ രീതിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റായിരുന്നു. ഓക്കെ, താങ്ക് യു.